മാർക്കോ മലയാളത്തിലെ ചോരപ്പടങ്ങളുടെ ഗോഡ് ടൈറ്റോ ആണ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ. കഴിഞ്ഞ ഡിസംബർ റിലീസായ പടം ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് 100 കോടിയും വാരിയാ പോയെ. കേരളത്തിൽ മാത്രമല്ല നോർത്തിലും പടം വൻ സെൻസേഷൻ ആയിരുന്നു. ഒരു ക്യാരക്ടർ സ്പിൻ ഓഫിന്റെ മാരക വെർഷൻ ആയിരുന്നു മാർക്കോ. മലയാളത്തിലെ ആക്ഷൻ പടങ്ങളുടെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് മാർക്കോ അത്ര വലിയ ഹിറ്റ് ആയപ്പോഴേ അവർ ഒഫീഷ്യലായി കൺഫേം ചെയ്തൊരു കാര്യമായിരുന്നു മാർക്കോ സിനിമയ്ക്ക് ഒരു സീക്വൽ ഉണ്ടായിരിക്കുമെന്ന്. പിന്നീട് മാർക്കോ 2 ഇല്ലാന്നും അപ്ഡേറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മാർക്കോ 2 ഉണ്ടെന്ന് ഒഫീഷ്യലായി പറഞ്ഞു. ഇപ്പൊ മാർക്കോ 2വിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തി. മാർക്കോ 2 ഉണ്ട്. ഫിലിം ചേംബറിൽ മാർക്കോ 2വിന്റെ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. മാർക്കോ 2വിന്റെ ഒഫീഷ്യൽ ടൈറ്റിൽ ലോർഡ് മാർക്കോ. മാർക്കോ വേൾഡിലെ ബ്ലഡ് ലൈന്റെ ഒറിജിൻ ആണ് ഈ പറയുന്ന ലോർഡ് മാർക്കോ. ടൈറ്റിൽ രജിസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് മാർക്കോ 2 ലോർഡ് മാർക്കോ സംഭവിക്കും. പെട്രിയോട്ട് മഹേഷ് നാരായണൻ ഡയറക്ട് ചെയ്യുന്ന മൾട്ടി സ്റ്റാർ മലയാള സിനിമയാണ് പെട്രിയോട്ട്. മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോവൻ, പിന്നെ ഇവരൊക്കെ കൂടാതെ സർപ്രൈസ് കാസ്റ്റുകൾ വേറെയും. അങ്ങനെ മൊത്തത്തിലൊരു പുതിയ 2020 ആണ് പെട്രിയോട്ട്. വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ളതുകൊണ്ട് ഇതൊരു മാസ് പടമൊന്നുമല്ല, ഒരു പക്ക ഡയറക്ടർ മോഡ് പടമാണ്. പടത്തിന്റെ കുറച്ച് ഷൂട്ട് കൂടി പെൻഡിങ് ഉണ്ട്. മെയിനായിട്ട് മമ്മൂക്കയുടെ പോർഷൻസ്. മമ്മൂക്ക ജോയിൻ ചെയ്യുമ്പോൾ ഷൂട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഈ സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പെട്രിയോട്ട് സിനിമയുടെ ഒരു ചെറിയ ടീസർ വരാൻ പോവാണ്. മിക്കവാറും ഗാന്ധി ജയന്തിക്ക് പെട്രിയോട്ട് ടീസർ പുറത്തുവിടും. കറുപ്പ് അടുത്ത അപ്ഡേറ്റ് കറുപ്പ് സിനിമയെ കുറിച്ചാണ്. കഴിഞ്ഞ കുറെ വീഡിയോയിൽ കുറെ പേര് ചോദിച്ച ഒരു കാര്യമാണ് കറുപ്പ് റിലീസ് ഡിലേയും OTT പ്രശ്നവും എന്താന്ന്. നിങ്ങൾ അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചത് കൊണ്ട് വേണമെങ്കിൽ ഞാൻ പറയാം. പടത്തിന് OTTയിൽ ഡിമാൻഡ് ഇല്ല. കാര്യം ഇവർ ചോദിക്കുന്ന പൈസ കൊടുത്ത് പടം വാങ്ങുവാൻ ഒരു OTT പ്ലാറ്റ്ഫോമും മുന്നോട്ട് വരുന്നില്ല. OTT റൈറ്റ്സിന് ഒരു നല്ല വില കിട്ടിയാൽ മാത്രമേ ഇവർക്ക് റിലീസ് കൺഫേം ചെയ്യാൻ പറ്റൂ. കാര്യം പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പടം ബഡ്ജറ്റിന് മുകളിൽ പോയി. അതുകൊണ്ട് OTT റൈറ്റ്സിൽ നല്ല വില കിട്ടിയാൽ മാത്രമേ അവർക്ക് റിലീസിൽ ഒരു റിസ്ക് എടുക്കാൻ പറ്റൂ. കാര്യം ഡ്രീം വാരിയസ് പിക്ചേഴ്സ് ആണ് കറുപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവരുടെ അടുത്ത വലിയ പടങ്ങളാണ് കാർത്തിയുടെ മാർഷലും കൈദി 2. ഇതെല്ലാം വലിയ ബഡ്ജറ്റ് പടങ്ങളാണ്. അപ്പൊ കറുപ്പിനെ സേഫ് സോണിൽ വെച്ച് കളിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ മറ്റ് വലിയ 2 പടങ്ങൾക്കും പണി കിട്ടും. അതുവഴി പ്രൊഡക്ഷന് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും. ഇതാണ് ശരിക്കും പറഞ്ഞ കറുപ്പിന്റെ പ്രശ്നം. ഇതൊരിക്കലും സൂര്യയുടെ സ്റ്റാർ വാല്യൂന്റെ പ്രശ്നമൊന്നും അല്ല. ഇതേ സൂര്യ 46ന്റെ OTT റൈറ്റ്സ് വിറ്റുപോയത് 80 കോടിക്കാണ്. ഷൂട്ട് പാതി പോലും കഴിഞ്ഞിട്ടില്ല. കറുപ്പിന്റെ കാര്യം എടുത്താൽ അതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. അല്ലാതെ സൂര്യയെ മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. RJ ബാലാജിയെ പോലൊരു ചെറിയ ഡയറക്ടർ, കണ്ടന്റ് ടിപ്പിക്കൽ മാസ് മസാല, പ്രൊഡക്ഷൻ ഹൗസിന്റെ അടുത്തത് വലിയ ബഡ്ജറ്റ് ഇറക്കേണ്ട പടങ്ങൾ. അപ്പോ റിക്കവറി എക്സ്പെക്ട് ചെയ്ത് റിസ്ക് എടുക്കാൻ പറ്റില്ലായിരിക്കും. എന്തായാലും പ്രോബ്ലം ഒക്കെ ഇപ്പോ സോൾവ് ആയി. കറുപ്പിന്റെ OTT കരാറ് ഏകദേശം ഓക്കെ ആയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത മാസം പടത്തിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്യും. ലോകേഷ് കനകരാജിന്റെ അടുത്ത പടത്തെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. കൂലി റിലീസായ സമയത്ത് അതൊരു ആവറേജ് പടമായിരുന്നു. പിന്നെ അത് അപരാധമായി. ഇപ്പോ അത് അതിലും വലുതെന്തോ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാ ഇതെല്ലാം നല്ല രീതിയിൽ ബാധിക്കുന്നത് ലോകേഷിനെയാണ്. ഇപ്പോ ആവശ്യത്തിലധികം ഹേറ്റും പുള്ളിയെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അതിനുള്ള ഏറ്റവും വലിയൊരു കാരണം ഈ അവസാന നിമിഷം കൊണ്ട് കൈദി 2 മാറ്റിവെച്ചെന്നുള്ള വാർത്തയാണ്. ശരിക്കും പറഞ്ഞാൽ ലിയോയ്ക്ക് ശേഷം ഡയറക്റ്റ് വരേണ്ട പടമായിരുന്നു കൈദി 2. ലോകേഷിന്റെ ഓരോ പടം കഴിയും തോറും പാവം കാർത്തി താടിയും വളർത്തിക്കൊണ്ട് വരും. ലാസ്റ്റ് പിന്നെ പടവും മാറ്റും. അങ്ങനെ ലിയോയ്ക്കിടയിലേക്ക് കൂലി കയറി വന്നു. അതും പറഞ്ഞിട്ട് ഇപ്പൊ അടുത്ത പടം ഇതിന്റെ ഇടയിൽ കൊണ്ടുവരാൻ പോകുന്നു. ഫാൻസ് ചീത്ത വിളിക്കുന്നതിന് തെറ്റ് പറയാൻ പറ്റത്തില്ല. ഇത്രയും ഹെവി സാധനം കയ്യിൽ വെച്ചിരുന്ന് നശിപ്പിച്ച് കളയുക. അങ്ങനെ ഇരിക്കുമ്പോൾ കൈദി 2 പിന്നെയും മാറ്റി അടുത്ത പടത്തിന്റെ അപ്ഡേറ്റ് വന്നു. കമൽ രജനി കോംബോയിൽ ലോകേഷ് കനകരാജ് ഡയറക്ഷനിൽ ഒരു പടം വരുന്നെന്ന് റൂമർ വന്നു. അതിന്റെ കൂടെ കമൽഹാസൻ കൺഫേം ചെയ്തു കമൽ രജനി കോംബോയിൽ ഒരു പടം ഉടനെ വരുമെന്ന്. ലോകേഷ് കനകരാജ് കമൽഹാസനെയും രജനികാന്തിനെയും വെച്ച് ഒരു പ്രോജക്ടിന്റെ ചർച്ചയും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ കൺഫേം ആയിട്ടില്ല എന്നിപ്പോ കൺഫേം ആയി. രജനി കമൽ കോംബോയിൽ ഒരു പടം ഉടനെ ഉണ്ട്. പക്ഷെ അത് ഡയറക്ട് ചെയ്യുന്നത് ലോകേഷ് കനകരാജ് അല്ല. ലോകേഷ് ഓപ്ഷണൽ മാത്രമാണ്. രജനികാന്ത് കമൽഹാസൻ ഒരുമിച്ച് വരുന്ന സിനിമയുടെ പ്ലാനിങ് നടക്കുന്നുണ്ട്. പക്ഷെ ഡയറക്ടർ ഇതുവരെ കൺഫേം ആയിട്ടില്ലെന്ന് സൂപ്പർ സ്റ്റാർ തന്നെ ഇന്ന് കൺഫേം ചെയ്തു. ലോകേഷ് കനകരാജ്, കാർത്തിക് സുബ്രാജ്, പ്രദീപ് രംഗനാഥൻ ഉൾപ്പെടെ 5 ഡയറക്ടേഴ്സ് ഈ ലിസ്റ്റിലുണ്ട്. ലോകേഷ് ഒരു ഓപ്ഷൻ മാത്രമാണ്. ഈ പ്രോജക്ട് കൺഫേം ആവാതിരിക്കാം. പക്ഷെ ലോകേഷിന്റെ ഇമീഡിയറ്റ് നെക്സ്റ്റ് രജനി കമൽ പടമല്ല. അത് മാത്രമല്ല ഈ പ്രോജക്റ്റിൽ നിന്നും ലോകേഷ് ഇപ്പോ പിന്മാറി. സോ കൈദി 2 ഇറ്റ്സ് ഹാപ്പനിങ്. ദളപതി വിജയ് സിനിമയാണ് വിനോദ് ഡയറക്ട് ചെയ്യുന്ന ജനനായകൻ.
പടത്തിന്റെ ഷൂട്ട് മുഴുവൻ കംപ്ലീറ്റ് ആയി ഇപ്പോ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികളാണ് നടക്കുന്നത്. 2026 പൊങ്കലിനാണ് പടം റിലീസ് ആവുന്നത്. 2025 വിജയ് റിലീസില്ല. ജനനായകൻ സിനിമ എടുത്തു കഴിഞ്ഞ ദളപതിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഇടയിൽ കയറി വരുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ പടത്തിന് ഒരു രാഷ്ട്രീയ മയമാണ്. മൊത്തത്തിൽ ഈ പടത്തെ പറ്റിയുള്ള ഒരു ധാരണ എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങില്ലേ, ഒരു സെൽഫ് ബൂസ്റ്റിംഗ്. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ പടത്തിന് അത്രത്തോളം ഒരു ലൈവ് ഇമേജ് ഒന്നുമില്ല. സാധാരണ ഒരു വിജയ് സിനിമയ്ക്ക് അനൗൺസ്മെന്റ് മുതൽ റിലീസ് വരെ ഉണ്ടാകാറുള്ള ഓളം ജനനായകനിൽ വൻ മിസ്സിംഗ് ആണ്. അതിന്റെ കാര്യം പൊളിറ്റിക്കൽ എൻട്രിയും പിന്നെ ഈ ടിപ്പിക്കൽ പടവും അതാണ്. പിന്നെ എച്ച് വിനോദ് നല്ലൊരു ഡയറക്ടർ ആണെങ്കിലും ഇപ്പോ തലയിൽ വെള്ളക്ക വേണ പോലത്തെ പടങ്ങളാണ് പുള്ളി എടുക്കുന്നത്. അങ്ങനെ ഈ ഒരു പടം മറ്റ് വിജയ് സിനിമകളെ വെച്ച് നോക്കുവാണെങ്കിൽ ഡൗൺ ആണ്. ഒരു പൊളിറ്റിക്കൽ പടം എന്ന ലേബിൾ കിടക്കുന്നത് കൊണ്ട് അത്ര വലിയ എക്സ്പെക്ടേഷനും ഇല്ല. എന്നാൽ ഇപ്പൊ വരുന്ന അപ്ഡേറ്റ് നമ്മുടെയൊക്കെ മൈൻഡ് സെറ്റിനൊക്കെ അപ്പുറത്തുള്ളതാണ്. ജനനായകൻ ഒരു ടിപ്പിക്കൽ പരിപ്പോട പാർട്ടി പടമൊന്നുമല്ല, ഇതൊരു പൊളിറ്റിക്കൽ ക്രൈം ത്രില്ലർ ആണ്. അത് മാത്രമല്ല, ഈ സിനിമയുടെ ക്ലൈമാക്സ് ആക്ഷൻ ബ്ലോക്കിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ പടത്തിന്റെ ക്ലൈമാക്സ് ആക്ഷൻ ബ്ലോക്കിൽ ദളപതിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഹൊമിനോയിഡുകളാണ്, റോബോട്ടുകളും ദളപതിയായിട്ടുള്ള ഒരു ആക്ഷൻ ബ്ലോക്ക് ജനനായകൻ ക്ലൈമാക്സിലുണ്ടെന്ന് ഇപ്പോ കൺഫേം ആയിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് അവരാതെ ആവായിരുന്ന കൊള്ളാം.